നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ പുലാവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. പാൻ ചൂടായ ശേഷം അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം 3-4 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 3-4 ഏലക്ക ചതച്ചത്, ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചതേ ഉള്ളൂ, കുറച്ച് ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകവും വഴറ്റിയെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് 6 എരിവുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടുകെ കീറിയതാണ്. ചെറിയ 4 സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് 3 ചെറിയ തക്കാളിയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മസാല ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇവയൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് 4 കപ്പ് അരി ഇല്ലാത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അരിയും പൊട്ടറ്റോയും ഒക്കെ മുങ്ങിക്കിടക്കുന്ന പാകത്തിനുള്ള വെള്ളമാണ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിൽ അല്പം ഉപ്പ് കുറവായത് കാരണമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതിയാകും. വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തേക്കണം. പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 3/4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പൊട്ടറ്റോ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സിമീസ് ഡിലീഷ്യസ് ടൈം. താങ്ക് യു.